ഒരു മണിക്കൂറിൽ 500 തൊണ്ടടിക്കുന്ന മൊബൈൽ ഡീപ് ഫൈബറിംഗ് മെഷീനാണിത്. ഇത് കയർ ബോർഡ് ഡിസൈൻ ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് എവിടെ വേണേലും കൊണ്ടുവെക്കാം. ഇതിന് 10 HP മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നോളജി, ഇത് നിർമ്മിക്കണം എന്നുള്ള ടെക്നോളജി കയർ ബോർഡ് നൽകുന്നുണ്ട്. കയർ ഭൂവസ്ത്രം കയർ ജിയോ ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറിയാണിത്. ഇത് ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ 400 മുതൽ 450 വരെ സ്ക്വയർ മീറ്റർ ജിയോ ടെക്സ്റ്റൈൽസ് കയർ ഭൂവസ്ത്രമാണ് ഇതിൽ നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെയും ടെക്നോളജി, ഇത് കയർ ബോർഡ് ഗവേഷണ സ്ഥാപനം കലവൂർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ടെക്നോളജി ഇതിൻ്റെ ഫീസ് കൊടുത്താൽ ഇവിടെ നിന്ന് ഇതിൽ കുറച്ചുകൂടി നീളം വന്നു നമുക്ക് ഇതിനകത്ത് ചെലവ് കാര്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് ലേബർ ചാർജ് ഇതിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് ഇത്. അപ്പോൾ ലേബർ ഇത് ചെയ്തു കൊടുക്കുന്ന ആളുടെ പ്രോഫിറ്റ് ലാറ്റക്സ് പ്രസ് ചെയ്തെടുക്കും അല്ലേ? പ്രസ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പ്രസ്. ഇതിനകത്ത് നമ്മൾ ഹോട്ട് പ്രസ് ചെയ്തിട്ട് ചെറിയ ഡിസ്ക് പോലെയൊക്കെ ചങ്ങല വെച്ച് ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ മോഡെടുത്ത് പലവിധ മോഡുകളുണ്ട്. മാറ്റി ഉപയോഗിക്കാം. ചെയ്യണമെങ്കിലും മാറ്റിങ് ചെയ്യണമെങ്കിലും ഒക്കെ തനിത്തനി രൂം വേണം. പക്ഷേ ഇതിൽ എല്ലാം ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ഇതിൻ്റെ മാറ്റ് സാധാരണ ചെറിയ ഒരു ലെങ്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൂമിൽ നമുക്ക് കണ്ടിന്യൂസ് ലെങ്തിൽ മാറ്റ് വീവ് ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും. എയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ന്യൂമാറ്റിക് ലൂമാണ്, അനുപം ലൂം. ഇത് കപ്പാസിറ്റി എത്ര വരും? ഇതിൻ്റെ ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് ഏത് വെറൈറ്റി മാറ്റ്സ് ആണോ അല്ലെ മാറ്റിംഗ് ആണ് അത് ചെയ്യുന്നതനുസരിച്ച് കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. ചില മാറ്റ് വെറൈറ്റി ഫൈബർ മാറ്റ് പോലത്തെ മാറ്റുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യാൻ കഴിയും. മാറ്റിംഗ് ആണെങ്കിൽ കണ്ടിന്യൂസ് വീവിങ് നടക്കും. ഇതിൻ്റെ വീതി എത്ര സാധാരണ? ഒരു വീതി 1 മീറ്റർ കപ്പാസിറ്റിയാണ്. ഒഴിവാക്കാവുന്നേ ഉള്ളൂ. 7 ചില്ലറ വരുന്നുണ്ട്. ഈ മെഷീനെ നോക്കും. ഇത് നല്ല സാധ്യതകളാണ്. ഇത് സാധ്യതയുള്ളതാണ്. നടക്കോ? ഇതാണ് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിപ്പം ശരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ് വരിക. ഇപ്പോൾ കയറിൻ്റെ ഒത്തിരി നമ്മൾ ഈ ഡീപ് ഫൈബറിങ്ങിനെ കുറിച്ച് ഹീറ്റ് വരുമ്പോഴാണ് ഇത് ക്യൂറായി വരിക.
ഇതാണ് PVC ബാക്ക്, PVC ടഫ്റ്റഡ് മാറ്റ്. PVCയും മറ്റ് ചില കെമിക്കൽസും ചേർന്നുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് ഈ കയറ് മാറ്റ് പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഈ മാറ്റിൻ്റെ യൂണിറ്റ് മെഷീനറിയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് PVC ടഫ്റ്റഡ് മാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് PVC ചേർന്നുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇതിൻ്റെ മെഷീനറിയാണിത്. ഏകദേശം ഏറ്റവും വില കുറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മെഷീനറിയാണിത്. ഇത് സാധാരണഗതി 2 കോടി രൂപയൊക്കെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് മെഷീനറി എങ്കിലും ഇത് ഏകദേശം 25 ലക്ഷം രൂപ കൊണ്ട് 25 ലക്ഷം രൂപയോ കുറച്ച് കൂടുതലോ മുടക്കിയാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറിയാണിത്. ഇത് വളരെ എക്സ്പോർട്ട് സാധ്യതയൊക്കെ ഉള്ള ഒരു ഉൽപ്പന്നമാണ്. ഇതുകൊണ്ട് വളരെ മനോഹരവും ഈട് നിൽക്കുന്നതുമായ ബാഗാണിത്. വേസ്റ്റ് പേപ്പറും ചെറിയ ഫൈബർ വേസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഫൈബർ അത് 20% ചേർക്കുക. വേസ്റ്റ് പേപ്പറും പിന്നെ മൈദയും കൂടെ ചേർത്ത് പേപ്പർ A3 സൈസിലുള്ള പേപ്പറുകളാണ് ഷീറ്റുകളാക്കി മാറ്റും. അത് പിന്നീട് ബാഗായിട്ട് ഉപയോഗിക്കാം. ഈ ബാഗിൽ നമുക്ക് 13 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഇത് മനോഹരമായി പ്രിൻ്റ് ചെയ്തെടുക്കാം. നല്ല ഈടുള്ളതാണ്. കളറ് കൊടുക്കാം. ഇതിൻ്റെ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ടെക്നോളജിയും ഫയർ ബോർഡ് കലവൂരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിന് ഇങ്ങനെയൊരു യൂണിറ്റ് ചെറിയ തോതിലൊരു സംരംഭമായിട്ട് നടത്തുന്നത് നല്ല സാധ്യതയുള്ളതാണ്. വേസ്റ്റ് പേപ്പർ 1 കിലോ, 300 ഗ്രാം ഫൈബർ അല്ലെങ്കിൽ കയർപിത്ത്, 100 ഗ്രാം മൈദ എല്ലെന്നുണ്ടെങ്കിൽ 50 ഗ്രാം 100 ഗ്രാം കോട്ടൺ വേസ്റ്റും അതിൻ്റെ കൂടെ റെസിനും കൂടി ചേർത്തിട്ട് അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ 2 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിനുശേഷം ഫിൽറ്റർ ചെയ്തെടുത്ത് അതിനുശേഷം വെള്ളം കളയാനായിട്ട് പ്രസ് ചെയ്യുന്നു. പിന്നെ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് A3 സൈസ് പേപ്പർ സൈസ് കിട്ടുന്നത്. അങ്ങനെ ഇതിനകത്ത് ഒരു 8 മണിക്കൂറിൽ എത്ര പേപ്പർ ഉണ്ടാവും? ഒരു ഗ്രൈൻഡിങ്ങിൽ ഇപ്പം നമുക്കൊരു 10-11 പേപ്പറോളം കിട്ടും. 1 മണിക്കൂർ ഒരു ഗ്രൈൻഡിങ്ങിൽ ചെറിയ മെഷീൻ ആയതുകൊണ്ട് 11 പേപ്പർ എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു 50 പേപ്പറോളം. ഡെയിലി 50 പേപ്പർ. ഈ ചെറിയ മെഷീനാണത്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ഇതിൻ്റെ 5 ലക്ഷത്തിൻ്റെ മെഷീൻ എന്ന് പറയുമ്പം അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. ഇല്ല, ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പൾപ്പ് മേക്കിംഗ് മെഷീൻ കപ്പാസിറ്റി കുറവുള്ളതാണ്. ട്രെയിനിങ് 30 ലിറ്റർ വാട്ടറാണ്. അതിൻ്റെ കപ്പാസിറ്റി കൂടിയ ഒരു പൾപ്പ് മേക്കിംഗ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടിയെടുക്കാൻ സാധിക്കും. 50 പേപ്പർ എന്ന് പറയുമ്പോൾ മുതലായി അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ചെറിയ മെഷീൻ ഗ്രൈൻഡർ ചെറുതാണ്. 30 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലുതാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പം 50 ഒരു 1000 എണ്ണമൊക്കെ പ്രൊഡക്ഷൻ നടക്കും ഒരു ദിവസം. ഗ്രൈൻഡർ വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നടക്കും. 1000 എണ്ണം നടന്നാലേ ഒക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാഗാക്കി എടുക്കാം അല്ലേ?